ശുചിമുറിയിലേക്ക് വിളിച്ചു വരുത്തി ഭീഷണിപ്പെടുത്തി നഗ്നചിത്രങ്ങളും വീഡിയോകളും എടുത്ത 2 പേർ പിടിയിൽ. കുട്ടമ്പുഴ കല്ലേടിമേട് മുള്ളൻകുഴിയിൽ വീട്ടിൽ താമസിക്കുന്ന 25-കാരൻ അമൽ ജറാൾ, നെല്ലിക്കുഴി പാറയ്ക്കൽ 22-കാരി അശ്വനി എന്നിവരാണ് അറസ്റ്റിലായത്. കോതമംഗലത്തെ ലോഡ്ജിലാണ് സംഭവം നടന്നത്. മുറിയിലെത്തിയ ശേഷം കമ്പിവടി കാണിച്ച് ഭീഷണിപ്പെടുത്തുകയും കവിളത്തടിക്കുകയും ചെയ്തു. തുടർന്ന് യുവതിയോടൊപ്പം നിർത്തി നഗ്നനാക്കിയ ശേഷമാണ് ചിത്രങ്ങളും വീഡിയോകളും പകർത്തിയത്. അതിനുശേഷം യുവാവിന്റെ സ്വർണ്ണമാലയും 70,000 രൂപ വില വരുന്ന മൊബൈൽ ഫോണും പ്രതികൾ കൈവശപ്പെടുത്തുകയായിരുന്നു. പ്രതികളെ അറസ്റ്റ് ചെയ്ത പോലീസ് ഇവരിൽ നിന്ന് 25,000 രൂപയും 8 ഗ്രാം കഞ്ചാവും പിടിച്ചെടുത്തു. അമലിന്റെ പേരിൽ വിവിധ സ്റ്റേഷനുകളിൽ മയക്കുമരുന്ന് കേസ് ഉൾപ്പെടെ 16 കേസുകളുണ്ട്. കുട്ടമ്പുഴ സ്റ്റേഷനിലെ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ടയാളാണ് ഇയാൾ. യുവതി പെരുമ്പാവൂർ സ്റ്റേഷനിലെ കേസിൽ പ്രതിയാണ്. ജ്വല്ലറി ഉടമയെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിക്കൊന്നു. കോട്ടയം രാമപുരത്ത് കണ്ണനാട്ട് ജ്വല്ലറി ഉടമ അശോകനാണ് മരിച്ചത്. മറ്റൊരു കടയുടമയായ തുളസിദാസ് ആണ് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയത്. തുളസിദാസിനെ പോലീസ് പിടികൂടി. രാമപുരം ബസ് സ്റ്റാൻഡിന് സമീപത്തെ കെട്ടിടത്തിലാണ് അശോകന്റെ കണ്ണനാട്ട് ജ്വല്ലറി. തുളസിദാസ് ജ്വല്ലറിയിലെത്തി അശോകന് നേരെ പെട്രോൾ ഒഴിച്ച ശേഷം തീ കൊളുത്തുകയായിരുന്നു. ആക്രമണത്തിൽ അശോകന് ഗുരുതരമായി പൊള്ളലേറ്റിരുന്നു. ഇയാളുടെ സിമന്റ് കട അശോകന്റെ കെട്ടിടത്തിലാണ് പ്രവർത്തിച്ചിരുന്നത്. ഇതിന്റെ വാടകയെ ചൊല്ലി ഇരുവരും തമ്മിൽ തർക്കമുണ്ടായിരുന്നു. അശോകന്റെ കെട്ടിടത്തിലെ ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയ വകയിൽ തുളസിദാസിന് പണം നൽകാനുണ്ട്. ഇരുവരും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടിനെ ചൊല്ലി മുമ്പും തർക്കം നടന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അശോകനും തുളസിദാസും തമ്മിൽ കയ്യാങ്കളിയും ഉണ്ടായിരുന്നു. സർക്കാർ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞ ഭാര്യയെ ഭർത്താവ് കുത്തിക്കൊന്നു. കരൂർ കുളിത്തലൈ സ്വദേശിയായ വിസ്രുതാണ് 27-കാരിയായ ഭാര്യ ശ്രുതിയെ കൊലപ്പെടുത്തിയത്. വിസ്രുതിന്റെ മർദ്ദനത്തിൽ മൂക്കിന് പരിക്കേറ്റാണ് ശ്രുതി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പുലർച്ചെ 4:30 ചികിത്സയിലുള്ള ഭാര്യയെ കാണാനെത്തിയപ്പോഴായിരുന്നു ആക്രമണം. കത്തികൊണ്ട് 3 തവണ കുത്തുകയായിരുന്നു. ശ്രുതി തൽക്ഷണം മരിച്ചു. വിസ്രുത് ഒളിവിലാണ്. പ്രണയവിവാഹമായിരുന്നു ഇരുവരുടെയും. 2 മക്കളുണ്ട്. ചെന്നൈയിൽ ഡ്രൈവറായിരുന്നു വിസ്രുത്. ജയലളിതയുടെ സുരക്ഷാ ചുമതല ഉണ്ടായിരുന്ന ഡിവൈഎസ്പി രാമസ്വാമിയുടെ മകനാണ് വിസ്രുത്. പത്തനംതിട്ടയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയോട് ലൈംഗിക അതിക്രമം നടത്തിയ യുവാവ് പിടിയിൽ. അയിരൂർ നോർത്ത് ചെറുകോൽപ്പുഴ ഇടത്തറമൺ മുണ്ടപ്ലാക്കൽ വീട്ടിൽ MP അജിത്താണ് ഇലവുങ്കൽ പോലീസിന്റെ പിടിയിലായത്. പെൺകുട്ടിയെ കാറിനുള്ളിൽ കയറ്റി ദേഹത്ത് കടന്നുപിടിച്ച് അതിക്രമം കാട്ടുകയും അപമാനിക്കുകയും ചെയ്തെന്ന പരാതിയിലാണ് നടപടി. യുവാവിന്റെ കൈ അമർത്തിയപ്പോൾ നഖം കൊണ്ട് പെൺകുട്ടിക്ക് മുറിവേറ്റിരുന്നു. പെൺകുട്ടി സ്കൂളിൽ പോകുന്ന വഴി പുതിയടത്ത് പടിക്കൽ ബസ് സ്റ്റോപ്പിന് സമീപത്ത് വെച്ചാണ് യുവാവ് ആക്രമിച്ചത്.